മക്കള് വഴിതെറ്റി പോകുമ്പോ വളർത്തു ദോഷം എന്നാ പറയാറ്. എന്ന് വച്ചാ അച്ഛനും അമ്മയാണ് കാരണക്കാരെന്ന്. ദേവിയും മനസ്സിൽ അങ്ങനെ തന്നെയാവും കരുതുക. അതുകൊണ്ട് നീ പറഞ്ഞേ പറ്റൂ. എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. നീ ആരോടും പറയാതെ മാറി നിന്ന് എന്തിനാ? ആ ഫയൽ എവിടെയാ? എടാ നിന്നോടല്ലേ ഞാൻ ചോദിക്കുന്നത്? പറഞ്ഞില്ലേ കമ്പനിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാ പോയത്. പിന്നെ ഫയല് അതിനെ കുറിച്ച് ഒന്നും എനിക്കറിയത്തില്ല. നിനക്കറിയില്ലടാ. സഹിക്കാവുന്നിടത്തോളം ഞാനും സഹിച്ചു. നീ കാരണം ഇപ്പം ഞാനും കള്ളിയായിരിക്കാം. നിനക്കറിയാമെങ്കിൽ നീ ആ ഫയല് തിരിച്ചേൽപ്പിക്ക്. എന്നിട്ട് ദേവികയോട് മാപ്പ് പറ. എന്നോട് ആരും മാപ്പ് പറയണ്ട. ഇസബെല്ലയ്ക്കൊപ്പം അല്ല, ഏത് പെണ്ണിന്റെ ഒപ്പവും എവിടെ പോയാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഭർത്താവിനെ തിരുത്തി നേർവഴിക്ക് കൊണ്ടുവന്നോളാന്ന് ഞാൻ ഒരിടത്തും ശബ്ദം ചെയ്തിട്ടില്ല. നേരത്തെ നേർന്നിട്ടുമില്ല. കമ്പനി ആവശ്യങ്ങൾക്ക് പോവോ കറങ്ങാൻ പോവോ അതൊന്നും എന്റെ വിഷയമല്ല. ഭാര്യ എന്ന നിലയ്ക്ക് 100 101% സത്യസന്ധയായിരുന്നു ഞാൻ. ജീവിത പങ്കാളിയിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ള കൂട്ടും കൂട്ടുകാരും ഒന്നും എനിക്കില്ല. ഒരു ദിവസമല്ല, ഒരു നിമിഷം മാറി നിൽക്കണമെങ്കിലും അത് പറയേണ്ടവരോട് പറഞ്ഞിട്ടേ ഞാൻ പോവും. ഇപ്പൊ എനിക്ക് എന്റെ ആ ഫയല് കിട്ടണം. പോലീസിന് പരാതി കൊടുത്തിട്ടും അവരുഴപ്പുക. ആ ഋഷി കേസ് പോലീസ് എങ്ങനെ ഉഴപ്പിയോ അതേ ഉഴപ്പാ ഇപ്പോഴും. ഇനി ഞാൻ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ആ ഫയൽ എവിടെ? അതെനിക്ക് കിട്ടണം. ഏത് ഫയലിനെ കുറിച്ച് നീ പറയുന്നത്? എന്നെ എന്റെ ഫ്രണ്ട്സിന് മുമ്പിൽ നാണം കെടുത്തിട്ട് ഇപ്പൊ നിനക്ക് ഫയൽ വേണോ അല്ലേ?